KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഭിന്നശേഷിയുള്ളവർക്ക് മർക്കസ് 23 ലക്ഷത്തിന്റെ സഹായം വിതരണം ചെയ്തു. കരുണാനാളുകളിൽ കാരുണ്യ കൈനീട്ടം എന്ന പ്രമേയത്തിൽ SYS റിലീഫ് ഡേ നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ റമളാൻ പ്രഭാഷണം നാളെ. വിപുലമായ ഒരുക്കങ്ങൾ. പെരുമ്പാവൂർ നിയമവിദ്യാർത്ഥിനി ജിഷയുടെ കൊലയാളി പിടിയിലായി. DNA ഫലം സ്ഥിരീകരിച്ചു. സർക്കാരിനും പോലീസിനും അഭിമാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസിനെ അഭിനന്ദിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഹ്സിൻ സഖാഫിയുടെ ആകസ്മിക വിയോഗം. വിട പറഞ്ഞത് മർക്കസിൽ നിറഞ്ഞുനിന്ന യുവ പണ്ഡിതൻ. മരിച്ചുവെന്ന് കരുതിയ സൈനികൻ 7 വർഷത്തിനു ശേഷം വീട്ടിൽ തിരിച്ചെത്തി. വാർത്തകൾ വിശദമായി. നാളെ നടക്കുന്ന SYS റിലീഫ് ഡേ വൻ വിജയമാക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കരുണാനാളുകളിൽ കാരുണ്യ കൈനീട്ടം എന്ന പ്രമേയത്തിൽ സംസ്ഥാന വ്യാപകമായി SYSന് കീഴിലും കേരളത്തിനു പുറത്ത് MOIയുടെ നേതൃത്വത്തിലും ഗൾഫ് നാടുകളിൽ ICFന്റെ ആഭിമുഖ്യത്തിലുമാണ് ദിനാചരണം. SYSന് കീഴിൽ ആതുര സേവന മേഖലയിലുൾപ്പെടെ നടത്തുന്ന സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള നിധി സമാഹരണമാണ് ദിനാചരണത്തിന്റെ മുഖ്യ ഇനം. പാർശ്വവത്കരിക്കപ്പെട്ടവരെയും അശരണരെയും മുഖ്യധാരയിലെത്തിക്കുന്നതിന്റെ ഭാഗമായി സംഘടന നടത്തുന്ന ദാറുൽ ഖൈർ ഭവന പദ്ധതി, മെഡിക്കൽ കാർഡ്, നിത്യരോഗികളുടെ പരിചരണം, ആശുപത്രി സേവനം, ആംബുലൻസ് സർവീസ്, ചികിത്സാ സഹായം, ഭക്ഷ്യധാന്യ വിതരണം തുടങ്ങി സാന്ത്വന പ്രവർത്തനങ്ങൾക്കും പ്രാദേശിക ഘടകങ്ങളായ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ 5 ലക്ഷം കുടുംബങ്ങൾക്ക് നൽകുന്ന റംളാൻ കിറ്റുകൾക്കും വേണ്ടി പൊതുജന പങ്കാളിത്തത്തോടെ 1 കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം. ഇതിനുവേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി. കീഴ്ഘടകങ്ങൾക്കുള്ള പരിശീലനവും മെറ്റീരിയൽ വിതരണവും നടത്തി പ്രഥമഘട്ട അവലോകനവും പൂർത്തീകരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി യൂണിറ്റ് ഘടകങ്ങളുടെ നേതൃത്വത്തിൽ ഉദാരമതികളെ സമീപിച്ചും പള്ളികളും കവലകളും വീടുകളും കേന്ദ്രീകരിച്ച് ബക്കറ്റ് കലക്ഷൻ വഴിയും നിധി സമാഹരണം നടത്തും. റിലീഫ് ഡേയുടെ ഔപചാരിക ഉദ്ഘാടനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉപാധ്യക്ഷൻ ഷിറിയ ആലിക്കുഞ്ഞ് മുസ്ലിയാർ നിർവഹിക്കും. കാരന്തൂർ മർക്കസു സഖാഫത്തി സുന്നിയയ്ക്ക് കീഴിൽ ഭിന്നശേഷിയുള്ളവർക്ക് ധനസഹായം നൽകുന്നതിന്റെ ഉദ്ഘാടനം മർക്കസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഭിന്നശേഷിയുള്ളവർ അനുഭവിക്കുന്ന വിവിധതരം ശാരീരിക മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ആധുനിക സാങ്കേതിക ഉപകരണങ്ങളും ഇതോടൊപ്പം നൽകി. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 41 ഭിന്നശേഷിയുള്ളവർക്കാണ് സഹായം നൽകിയത്. സർക്കാരിന്റെ സാമൂഹിക ക്ഷേമ വകുപ്പിന് കീഴിലുള്ള കോഴിക്കോട് കമ്പോസിറ്റ് റീജിയണൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ റോഷൻ ബി ജാലി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ക്രിയാത്മക മാറ്റമുണ്ടാക്കി രാഷ്ട്രനിർമ്മാണത്തെ സജീവമാക്കണമെങ്കിൽ ഭിന്നശേഷിയുള്ളവരുടെ വികസനം കൂടി ചാരിറ്റി പദ്ധതികളുടെ പ്രധാന ഭാഗമാകണമെന്നും കാരന്തൂർ മർക്കസ് അക്കാര്യത്തിൽ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭിന്നശേഷിയുള്ളവർക്ക് വിവിധ തരത്തിലുള്ള പരിശീലനങ്ങൾ മർക്കസ് നൽകി വരുന്നുണ്ട്. മർക്കസിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന അന്ധനായ ഒരാൾ അകക്കണ്ണുകൊണ്ട് ആലപിക്കുന്ന ഗാനം കേൾക്കാം. Nabiyye
ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ജീവിതവൃത്തിക്കുള്ള ധനസഹായ വിതരണവും ഡോക്ടർ റോഷൻ ബീജാരി നിർവഹിച്ചു. ഉനീസ് മുഹമ്മദ് കൽപ്പകഞ്ചേരി ഭിന്നശേഷിയുള്ളവർക്കുള്ള ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. റഷീദ് പുന്നശ്ശേരി അധ്യക്ഷത വഹിച്ചു. അജ്നാസ് പൂനൂർ, ലത്തീഫ് സഖാഫി പെരുമുഖം, മൂസ ഹാജി, മെഹബൂബ് പ്രസംഗിച്ചു. യൂസുഫ് നൂറാനി സ്വാഗതവും അബ്ദുൽ ബാരി നൂറാനി നന്ദിയും പറഞ്ഞു. മർക്കസിൽ കഴിഞ്ഞ 2 വർഷം പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന മുഹ്സിൻ സഖാഫിയുടെ ആകസ്മിക വിയോഗം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ദുഃഖത്തിലാഴ്ത്തി. മലപ്പുറം ചെറിയമുണ്ടം സ്വദേശിയായ മുഹ്സിൻ സഖാഫി ഒരാഴ്ച മുമ്പുണ്ടായ ബൈക്കപകടത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയവെയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മരണം വരിച്ചത്. സദാ പുഞ്ചിരിയുമായി മർക്കസ് ക്യാമ്പസിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു അദ്ദേഹം. മർക്കസിൽ നടന്ന ഖത്മുൽ ബുഖാരി സമ്മേളനത്തിൽ സ്റ്റേജും മൈക്കും പ്രവർത്തിപ്പിക്കുന്നതിൽ ഉറക്കൊഴിച്ചും മുഹ്സിൻ സജീവമായിരുന്നു. ഈ വർഷമാണ് സഖാഫിയായി പുറത്തിറങ്ങിയത്. റമദാൻ ആദ്യത്തിൽ മർക്കസിന്റെ ധനശേഖരണാർത്ഥം സുഹൃത്തുക്കളോടൊപ്പം മുംബൈയിൽ പോകാൻ ഒരുക്കം നടത്തുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. നാട്ടിൽ SSF സജീവ പ്രവർത്തകനായ മുഹ്സിന്റെ മരണവാർത്തയറിഞ്ഞ് 100 കണക്കിന് മുത്താലിമുകൾ ഉൾപ്പെടെ ആയിരങ്ങൾ വസതിയിലെത്തിയിരുന്നു. മുഹ്സിൻ സഖാഫിയുടെ പരലോക ജീവിതം സന്തോഷമാകാൻ പ്രാർത്ഥിക്കാനും പള്ളികളിൽ മയ്യിത്ത് നിസ്കരിക്കാനും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അഭ്യർത്ഥിച്ചു. 20ാമത് ദുബൈ അന്താരാഷ്ട്ര ഹോളി ഖുർആൻ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന റമളാൻ പ്രഭാഷണ പരിപാടിയിൽ നാളെ SYS സംസ്ഥാന സെക്രട്ടറിയും മർക്കസ് ഡയറക്ടറുമായ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി പ്രസംഗിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാത്രി 10 മണിക്ക് ഖിസൈസ് മൊഹൈസിന മദീന മാളിന് പിൻവശത്തുള്ള ഇന്ത്യൻ അക്കാദമി ഓഡിറ്റോറിയത്തിലാണ് പ്രഭാഷണം ഒരുക്കിയിരിക്കുന്നത്. സന്തുഷ്ട ജീവിതത്തിന്റെ ഇസ്ലാമിക പരിപ്രേക്ഷ്യം എന്നതാണ് പ്രഭാഷണ വിഷയം. ഈ വർഷത്തെ ദുബൈ ഹോളി ഖുർആൻ പരിപാടികളുടെ പ്രമേയവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ വിഷയത്തിലെ പ്രഭാഷണം. ഖുർആൻ മുന്നോട്ടുവെക്കുന്ന ആശയങ്ങൾ മനുഷ്യകുലത്തിന് ആത്മീയവും ബൌദ്ധികവുമായ സംതൃപ്തിയും ജീവിത വിജയവും നൽകുന്നതാണ്. നിർണിതമായ ചില മൂല്യങ്ങൾ മനുഷ്യരിലും സമൂഹത്തിലും സന്നിവേശിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ സന്തോഷവും വിജയവും സാക്ഷാത്കരിക്കുക എന്ന തത്വമാണ് ഖുർആൻ ഉദ്ഘോഷിക്കുന്നത്. രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും വിജയത്തിനും സന്തുഷ്ട സമൂഹം പിറവിക്കൊള്ളുന്നതിനും ഉത്കൃഷ്ടമായ ജീവിതത്തിനും ആവശ്യമായ നിരവധി നിർദ്ദേശങ്ങൾ ഖുർആൻ മുന്നോട്ടുവെക്കുകയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. ഐശ്വര്യപൂർണമായ ജീവിതത്തിന് ഖുർആൻ ആശയങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാവും ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ പ്രഭാഷണം. യുവ നേതൃനിരയിലെ ശ്രദ്ധേയ പണ്ഡിതനാണ് ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി. പ്രഭാഷണം, എഴുത്ത്, അധ്യാപനം, പ്രബോധനം, ജീവകാരുണ്യം തുടങ്ങിയ മേഖലകളിൽ വ്യത്യസ്തമായ ഇടപെടലുകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ ഉപരിപഠനം പൂർത്തിയാക്കി ഡോക്ടർ BR അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കരസ്ഥമാക്കി. പ്രഭാഷണം വിജയിപ്പിക്കുന്നതിന് ദുബൈ മർക്കസിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. സോഷ്യൽ മീഡിയ, മൊബൈൽ ആപ്പ് എന്നിവയിലൂടെയും പ്രചാരണം നടത്തുന്നുണ്ട്. ഇന്ത്യൻ അക്കാദമി ഓഡിറ്റോറിയത്തിനു പുറത്തും പരിപാടിക്കെത്തുന്നവർക്ക് ആവശ്യമായ ഇരിപ്പിടങ്ങളും CCTV സൌകര്യവും ഒരുക്കും. സ്ത്രീകൾക്കും സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. ദുബൈയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രഭാഷണവേദിയിലേക്ക് വാഹന സൌകര്യം ഏർപ്പെടുത്തും. ദുബൈ മതകാര്യ വകുപ്പിന്റെ അംഗീകാരത്തോടെ 2.5 പതിറ്റാണ്ടിലധികമായി പ്രവർത്തിക്കുന്ന മതസാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനമാണ് ദുബൈ മർക്കസ്. അബു ഹൈലിലെ ആസ്ഥാനം കേന്ദ്രീകരിച്ച് ഇസ്ലാമിക് മദ്രസ, വയോജന ക്ലാസുകൾ, ഭാഷാ പഠനം, ഖുർആൻ പഠനം, ഇസ്ലാമിക് ലൈബ്രറി എന്നിവയ്ക്കു പുറമെ മലയാളികൾക്കിടയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ധാർമ്മിക ബോധവൽക്കരണം, വിദ്യാഭ്യാസ, തൊഴിൽ മാർഗനിർദ്ദേശങ്ങൾ, ആരോഗ്യ ബോധവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്. വിശുദ്ധ റമളാനിൽ എല്ലാ ദിവസവും 1000-ൽ പരം ആളുകൾക്ക് ഇഫ്താർ, നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ പ്രത്യേകമായി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രത്യേക അനുമതിയോടെ റമളാൻ ഖുതുബ പ്രഭാഷണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ മർക്കസ് പ്രസിഡന്റ് മുസ്തഫ ദാരിമി വിളയൂർ, മർക്കസ് മാനേജർ AK അബൂബക്കർ മൌലവി കട്ടിപ്പാറ, സ്വാഗത സംഘം ജനറൽ കൺവീനർ ഷംസുദ്ദീൻ പയ്യോളി, മർക്കസ് പബ്ലിക് റിലേഷൻ മാനേജർ അബ്ദുസലാം സഖാഫി എരഞ്ഞിമാവ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മാനവമൈത്രി മന്ത്രമുയർത്തിയ സന്ദേശത്തിൽ
ഇന്റർനാഷണൽ ഖുർആൻ അവാർഡ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 20ാമത് വാർഷിക പ്രഭാഷണ വേദിയിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ യുവ പണ്ഡിത പ്രബോധകൻ ഡോക്ടർ എ.പി. അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ പ്രൌഢമായ പ്രഭാഷണം 2016 ജൂൺ 17 വെള്ളിയാഴ്ച മുഹൈസിന ഇന്ത്യൻ അക്കാദമിക് സ്കൂളിൽ. വിഷയം സന്തോഷം ഖുർആനിക വീക്ഷണം. എഴുത്തുകാരൻ, ചിന്തകൻ, പ്രബോധകൻ, പ്രഭാഷകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ തുടങ്ങി ബഹുമുഖ പ്രതിഭയായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി വിവിധ രാജ്യങ്ങളിലായി നിരവധി അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലെ ശ്രദ്ധേയ സാന്നിധ്യമാണ്. ഡോക്ടർ അസ്ഹരിയുടെ പ്രൌഢപ്രഭാഷണം ശ്രവിക്കുവാൻ ഏവർക്കും സ്വാഗതം. വാർത്തകൾ തുടരുന്നു. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ അസംകാരനായ അമിയുൽ ഇസ്ലാം പിടിയിലായി. പാലക്കാട്ട് നിന്ന് പിടിയിലായ ഇയാളെ പോലീസ് രഹസ്യകേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുകയാണ്. പെൺകുട്ടിയുടെ വസ്ത്രത്തിലെ ഉമിനീരിൽ നിന്ന് വേർതിരിച്ച DNA ഇയാളുടേതുമായി യോജിക്കുമെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. ഒടുവിൽ ആ കൃത്യം ആര് ചെയ്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് അമിയുൽ ഇസ്ലാം. ഇതര സംസ്ഥാന തൊഴിലാളികളിൽ പലരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തി ഒളിവിൽ കഴിഞ്ഞ അമിയുൽ ഇസ്ലാം പോലീസ് പിടിയിലായത് ചൊവ്വാഴ്ച. കൊലയാളിയുടേതെന്ന് സൂചന നൽകി വീട്ടിൽ നിന്ന് ലഭിച്ച ചെരുപ്പ് ഇയാൾക്ക് പാകം. ചെരുപ്പ് വിറ്റ കടയുടമ നൽകിയ മൊഴിയും പൊരുത്തപ്പെടും. ജിഷയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച DNA ഇയാളുടേതുമായി പൊരുത്തപ്പെട്ടതോടെ അന്വേഷണോദ്യോഗസ്ഥരുടെ നീണ്ടുനിന്ന ആശങ്കയ്ക്കും ആകാംക്ഷയ്ക്കും അന്ത്യം. കൃത്യം നടന്ന ഏപ്രിൽ 28 രാവിലെ ഇയാൾ വീട്ടിലെത്തി അതിക്രമം നടത്തിയിരുന്നു. തുടർന്ന് മടങ്ങിയ ഇയാൾ മദ്യലഹരിയിൽ വീണ്ടും വീട്ടിലെത്തി. പെൺകുട്ടിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ചു. പെൺകുട്ടി എതിർത്തതോടെയാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊലപാതകത്തിനുപയോഗിച്ച ആയുധം ഇനിയും കണ്ടെടുക്കേണ്ടതുണ്ട്. കുറുപ്പമ്പടിയിലെ ഒരു സ്കൂളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായാണ് ഇയാൾ എത്തിയത്. കൊലപാതകത്തിന് ശേഷം ഒന്നും അറിയാതെ പെരുമ്പാവൂരിലും പരിസരത്തും കറങ്ങിയ ഇയാൾ പോലീസ് അന്വേഷണം ഇതര സംസ്ഥാന തൊഴിലാളികളിലേക്ക് തിരിഞ്ഞതോടെ സ്ഥലം വിട്ടു. തൃശൂരിലും പാലക്കാട്ടുമുള്ള ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിൽ കഴിഞ്ഞ് ഒടുവിൽ പിടിയിലായി. പ്രതിയെ പിടികൂടാനായത് പോലീസിന്റെ നേട്ടം. പ്രതിയെ കണ്ടെത്തിയത് അന്വേഷണ സംഘത്തിന്റെ തൊപ്പിയിൽ പൊൻതൂവൽ ചാർത്തുന്ന നേട്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അധികം വൈകാതെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും. കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷക സംഘത്തിന് പൂർണ്ണമായും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ തൊട്ട് തന്നെ അദ്ദേഹത്തെ ആ പ്രതി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അപ്പോ പൂർണ്ണ വിവരങ്ങൾ പോലീസിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അധികം വൈകാതെ തന്നെ അവരിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കാം. അത് തീർച്ചയായും കേരളം ആകെ പ്രതീക്ഷിക്കുന്നൊരു കാര്യമാണത്. അത്തരമൊരു പ്രതിയെ കണ്ടെത്താൻ കഴിയുന്നു എന്നത് അന്വേഷക സംഘത്തിന്റെ തൊപ്പിയിൽ വലിയൊരു തൂവൽ തന്നെ ചാർത്തുന്ന നടപടിയാണ്. ശരി. ജിഷ വധക്കേസ് അന്വേഷണം ശരിയായ ദിശയിലായിരുന്നുവെന്ന് തെളിഞ്ഞതായി മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആദ്യം ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് പ്രതിയെ പിടികൂടുന്നതിൽ എത്തിച്ചത്. തെളിവുകൾ നശിപ്പിച്ചെന്ന മുൻ ആരോപണങ്ങളിൽ കഴമ്പില്ലാതായെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. മികച്ച അന്വേഷണം നടത്തിയ കേരള പോലീസിനെ അഭിനന്ദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കേരള പോലീസിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ആദ്യത്തെ അന്വേഷണ സംഘം തുടക്കം മുതൽ തന്നെ ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിയെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തെളിവുകൾ നശിപ്പിച്ചു, പോലീസിന്റെ ആദ്യത്തെ അന്വേഷണങ്ങളെല്ലാം തെറ്റാണ് എന്ന് തുടങ്ങിയിട്ടുള്ള വാദമുഖങ്ങളുടെ മുനയൊടിയുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മരിച്ചതായി സൈന്യവും വീട്ടുകാരും വിധിയെഴുതിയ സൈനികൻ 7 വർഷത്തിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തി. ഡെറാഡൂൺ സ്വദേശിയായ ധരംവീർ സിംഗാണ് സിനിമയെ വെല്ലുന്ന കഥയുമായി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. 7 വർഷം മുമ്പ് 2009 ഡെറാഡൂണിലുണ്ടായ ഒരു അപകടത്തിൽപ്പെട്ട ധരംവീറിന് ഓർമ്മ നഷ്ടപ്പെടുകയായിരുന്നു. ഈ സമയം ഡെറാഡൂണിലെ 66 സായുധ റെജിമെന്റിലെ ജവാനായിരുന്നു ധരംവീർ. ഇദ്ദേഹം ഓടിച്ചിരുന്ന സൈനിക വാഹനം ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നു.
ധരംവീർ സിംഗിനൊപ്പമുണ്ടായിരുന്ന സൈനികരെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. ധരംവീറിനായി സൈന്യം ഏറെ തിരച്ചിൽ നടത്തി. കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ 3 വർഷത്തിനു ശേഷം ഇയാൾ മരിച്ചതായി സ്ഥിരീകരിച്ച് സർട്ടിഫിക്കറ്റ് നൽകി. കുടുംബത്തിന് പെൻഷനും അനുവദിച്ചു. എന്നാൽ ഈ സമയത്ത് ഓർമ്മയില്ലാതെ ഹരിദ്വാറിലെ തെരുവുകളിൽ ഭിക്ഷയാചിച്ച് അലഞ്ഞ ധരംവീർ സിംഗ് അടുത്ത കാലത്ത് വീണ്ടും ഒരു ബൈക്ക് അപകടത്തിൽപ്പെട്ടു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ധരംവീറിന് ഓർമ്മ തിരിച്ചു കിട്ടുകയായിരുന്നു. ഇതോടെ ധരംവീർ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിവന്നു. ആശുപത്രിയിലെത്തിച്ച ബൈക്ക് യാത്രികൻ നൽകിയ 500 രൂപ ഉപയോഗിച്ച് ഡൽഹിക്കുള്ള ടിക്കറ്റ് എടുത്തു. തുടർന്ന് ബട്ടേദയിലെ വീട്ടിൽ മടങ്ങിയെത്തുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ധരംവീർ വീട്ടിൽ മടങ്ങിയെത്തിയത്. ഭർത്താവ് മരിച്ചുവെന്നു കരുതി അദ്ദേഹത്തിനു വേണ്ടി ഉപവാസവും പ്രാർത്ഥനയുമായി കഴിഞ്ഞിരുന്ന ഭാര്യ മനോജ് ദേവികക്ക് ഇരട്ടി മധുരം കൂടിയാണ് ധരംവീർ സിംഗിന്റെ മടങ്ങിവരവ്. ഭാര്യയെയും 2 പെൺമക്കളെയും സഹോദരനെയും തിരിച്ചറിയാൻ ധരംവീറിന് കഴിഞ്ഞു. മക്കൾ ഏറെ വളർന്നുപോയെന്നും അവർ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന മുതിർന്ന പെൺകുട്ടികളായെന്നും ധരംവീർ പറഞ്ഞു. ധരംവീറിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കുടുംബം ജയ്പൂരിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സ്വർണ്ണവില പവന് 120 രൂപ കൂടി 22,160 രൂപയായി. 2,770 രൂപയാണ് ഗ്രാമിന്റെ വില. 22,040 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം പവന് വില. ആഗോള വിപണിയിലെ വിലക്കയറ്റമാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭിന്നശേഷിയുള്ളവർക്ക് മർക്കസ് 23 ലക്ഷത്തിന്റെ സഹായം വിതരണം ചെയ്തു. കരുണാനാളുകളിൽ കാരുണ്യ കൈനീട്ടം എന്ന പ്രമേയത്തിൽ SYS റിലീഫ് ഡേ നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ റമളാൻ പ്രഭാഷണം നാളെ. വിപുലമായ ഒരുക്കങ്ങൾ. പെരുമ്പാവൂർ നിയമവിദ്യാർത്ഥിനി ജിഷയുടെ കൊലയാളി പിടിയിലായി. DNA ഫലം സ്ഥിരീകരിച്ചു. സർക്കാരിനും പോലീസിനും അഭിമാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസിനെ അഭിനന്ദിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മരിച്ചുവെന്ന് കരുതിയ സൈനികൻ 7 വർഷത്തിനു ശേഷം വീട്ടിൽ തിരിച്ചെത്തി. മുഹ്സിൻ സഖാഫിയുടെ ആകസ്മിക വിയോഗം. വിട പറഞ്ഞത് മർക്കസിൽ നിറഞ്ഞുനിന്ന യുവ പണ്ഡിതൻ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.